ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ശ്രീകൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അഞ്ചാമത്തെ അധ്യായം. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശ്ലോകം 9 മുതൽ 13 വരെ വായിക്കാം. യഥാ മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢ ആശ്ലഥേത തഥാ ജനസംപരിവർത്തതേ അസ്മാൻ മുക്തപരം യാത്യതിഹായ ഹേതും. ഹംസേ ഗുരോ മയി ഭക്ത്യാനുവൃത്യാ വിതൃഷ്ണയാ ദ്വന്ദ്വതി പീക്ഷയാ ച സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യാ മത്കർമ്മഭിർമത്കഥയാ ച നിത്യം മദ്ദേവ സംഗാത് ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ അധ്യാത്മയോഗേന വിവിക്തസേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സത്ശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് സംപ്രമാദേന യമേന വാച്യം. സത്ശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം സർവത്ര മദ്ഭാവവിചക്ഷണേന ജ്ഞാനേന വിജ്ഞാനവിരാചിതേന യോഗേന ധൃത്യോദ്യമാ സത്വയുക്തോ ലിംഗം വ്യപോഹേത് കുശലോഹമാഖ്യം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതമുദ്രമായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 5. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശ്ലോകം 9. യഥാ മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢ ആശ്ലദേത തഥാ ജനാ സംപരിവർത്തതേ അസ്മാൻ മുക്താപരം യത്യതിഹായ ഹേതും. വിവർത്തനം. ഒരുവൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി അവനെ ഭൗതിക ലോകത്തിൽ ബന്ധിക്കുന്ന അവന്റെ ഹൃദയത്തിലെ കെട്ടഴിയുമ്പോൾ അവൻ ഗൃഹത്തോടും പത്നിയോടും സന്താനങ്ങളോടുമുള്ള ആകർഷണങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. ഈ രീതിയിൽ അവൻ ഞാൻ എന്റേത് എന്നുള്ള വ്യാമോഹത്തിൽ നിന്ന് മോചിതനാകുന്നു. അങ്ങനെ അവൻ അതീന്ദ്രിയ ലോകത്തിലേക്ക് പോകുന്നു. ശ്ലോകം 10 മുതൽ 13 വരെ. ഹംസേ ഗുരോ മയി ഭക്താനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിദീക്ഷയാ ച സർവത്ര ജന്തോർ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യ
മത്കർമ്മഭിർമത്കഥയാച നിത്യം മദ്ദേവ സംഘാത് ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ അത്യാത്മയോഗേന വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം സർവത്ര മദ്ഭാവ വിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുത്തമസത്വയുക്തോ ലിംഗം വ്യബോഹേത് കുശലോഹമാഖ്യാം. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട പുത്രന്മാരെ, നിങ്ങൾ അത്യുന്നതനായ ഒരു ഉത്കൃഷ്ട പരമഹംസനെ, ആധ്യാത്മികമായി ഏറ്റവും ഔന്നിത്യമുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കണം. ഈ വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും എന്നിൽ പരമദിവ്യോത്ത പുരുഷനായ ഭഗവാനിൽ സ്ഥാപിക്കാൻ കഴിയും. നിങ്ങൾ ഇന്ദ്രിയ പ്രീണനത്തിൽ വിരക്തരാവുകയും വേനലിന്റെയും വസന്തത്തിന്റെയും കാലഭേദങ്ങൾ പോലുള്ള വേദനയുടെയും സന്തോഷത്തിന്റെയും ദ്വന്ദ്വങ്ങൾ സഹിക്കുകയും വേണം. ഉന്നത ലോകങ്ങളിൽ പോലും ക്ലേശങ്ങളിലാകുന്ന ജീവസത്തകളുടെ ദുരിതാവസ്ഥകൾ ബോധ്യപ്പെടാൻ ശ്രമിക്കുക. സത്യത്തെക്കുറിച്ച് തത്വശാസ്ത്രപരമായി അന്വേഷിക്കുക. പിന്നെ ഭക്തിയുത സേവനത്തിന്റെ രക്ഷയ്ക്കായി എല്ലാ തരത്തിലുള്ള തപസ്സുകളും കഠിന നിഷ്ഠകളും അനുഷ്ഠിക്കുക. ഇന്ദ്രിയ ആസ്വാദത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനത്തിൽ മുഴുകുക. എല്ലായ്പ്പോഴും ഭക്തന്മാരുമായി സഹവസിക്കുകയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ചുള്ള സംവാദങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുക. പരമോന്നതനായ ഭഗവാന്റെ മഹിമകൾ കീർത്തിക്കുകയും എല്ലാവരെയും ആധ്യാത്മിക തലത്തിൽ തുല്യരായി കാണുകയും ചെയ്യുക. ശത്രുത ഉപേക്ഷിച്ച് കോപതാപങ്ങൾ അടക്കണം. ആത്മാവിനെ ശരീരവും ഗ്രഹവുമായി ധരിക്കുന്നത് ഒഴിവാക്കി വെളിപ്പെട്ട ശാസ്ത്രങ്ങളുടെ പാരായണം പതിവാക്കണം. ഏകാന്തമായ സ്ഥലത്ത് വസിച്ച് പ്രാണവായുവിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരിപൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രക്രിയകൾ പരിശീലിക്കുക. വെളിപ്പെട്ട ശാസ്ത്രങ്ങളിൽ, വൈദിക ശാസ്ത്രങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും എപ്പോഴും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും ചെയ്യണം. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുക. സദാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയും ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് ജ്ഞാനം ആർജിക്കുകയും ചെയ്യുക. ഇപ്രകാരം ഭക്തിയോഗം പരിശീലിക്കുന്നതിലൂടെ വിദ്യാഹങ്കാരം ഇല്ലാതാക്കി ക്ഷമയോടെയും ഉത്സാഹത്തോടെയും ജ്ഞാനത്തിൽ ഉയരാൻ നിങ്ങൾക്ക് കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഋഷഭദേവൻ ബ്രഹ്മാവർത്തത്തിൽ വെച്ച് തന്റെ പുത്രന്മാർക്കും തന്റെ പൗരജനങ്ങൾക്കും നൽകുന്ന അതിപ്രധാനമായിട്ടുള്ള ഉപദേശം ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവിതം മറ്റു ജീവികളെ പോലെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള വസ്തുക്കൾ നേടുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ളതല്ല. അഹം ദേഹവും ദേഹഭാജാന്ലോകെ കഷ്ടാൻ കാമാൻ അർഹതേ വിദ്ഭുജാമ്യേ. അത് അങ്ങനെയുള്ള ആ ഇന്ദ്രിയാസ്വാദനങ്ങൾ, ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇതെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും താനേ ലഭിക്കുന്നതാണ്. അവരുടെ ശരീരത്തിൽ തന്നെ അത് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ളതല്ല മനുഷ്യ ശരീരം. തപോ ദിവ്യം പുത്രക ഏന സത്വം വിശുദ്ധയെ. ദിവ്യമായിട്ടുള്ള തപസ് ഭഗവാനെ സേവിക്കുന്നതിലൂടെ മോചനമാർഗത്തിലേക്കുള്ള വഴി തേടുന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞു. ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നതിലൂടെ മാത്രമേ ഒരു ജീവന് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. പുണ്യപ്രവർത്തനങ്ങളോ പാപപ്രവർത്തനങ്ങളോ ചെയ്തത് കൊണ്ട് ഒരു വ്യക്തിക്ക് മുക്തി നേടാൻ സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും അടുത്ത ശരീരങ്ങളിലേക്കാണ് ആ ജീവന് പോകേണ്ടി വരുന്നത്. ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ എല്ലാ കർമ്മങ്ങളും ഇല്ലാതായി മുക്തിമാർഗത്തിൽ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള വഴി തെളിയുകയുള്ളൂ. അതിന് ഭഗവാൻ വാസുദേവന്റെ ഭക്തി മാത്രമാണ് മാർഗം എന്ന് ഭഗവാൻ ഉപദേശിച്ചു. ഭൗതിക ലോകത്ത് ഒരു ജീവാത്മാവിനെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുരുക്ക്, ഏറ്റവും വലിയ ബന്ധനം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ആകർഷണമാണ് എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. സ്ത്രീയാം പുരുഷാം
പുംസസ്ത്രീയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാം. സ്ത്രീയും പുരുഷനും മൈഥുനഭാവത്തിൽ ആകർഷിതരായി കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ഭൗതികമായിട്ടുള്ള ബന്ധനത്തിലേക്ക്, പുത്രന്മാർ, വീട്, കുടുംബം, സ്വത്ത്, സമൂഹം, സ്നേഹിതന്മാർ, തന്റെ നാട്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബന്ധനങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നത്. അത് വലിയൊരു കുരുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു തന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് മോചിതനാകേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ ആ ഭക്തി സേവനത്തിലേക്ക് വരാം, ആ ഭക്തിയിൽ എങ്ങനെ ഉറച്ചു നിൽക്കാം, ആ ഭക്തി സേവനത്തിൽ എങ്ങനെ വിശ്വാസം ഉണ്ടാകും, അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ ക്രമമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹംസേ ഗുരോ മയി ഭക്ത്യാനുവൃത്യാ വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യ. ആദ്യം ഒരു ഗുരുവിനെ സമീപിക്കണമെന്നാണ് പറയുന്നത്. ഹംസേ ഗുരോ മയി ഭക്ത്യാനുവൃത്യ, ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് വരുന്നതിനുള്ള ആദ്യത്തെ പടി ഒരു ആധ്യാത്മിക ഗുരുവിനെ, ഹംസേ ഒരു ഉന്നത നിലവാരമുള്ള വിശുദ്ധനായിട്ടുള്ള ഗുരുവിനെ സമീപിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ പ്രസ്താവിച്ചു. അപ്പോൾ ഭഗവത്ഗീതയിലും ഇതേ കാര്യം തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ തദ്വിജ്ഞാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേ, ഭാഗവതത്തിൽ പറയുന്നു. ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ സമീപിക്കണം. എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഒരു ആധ്യാത്മിക ഗുരുവിനെ പരിപ്രശ്നേന, അദ്ദേഹത്തിനോട് സംശയങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിന് സേവനം ചെയ്യാം. അങ്ങനെ വിനയപൂർവം സമീപിക്കുന്നതിലൂടെ, സേവിക്കുന്നതിലൂടെ ആ ഗുരു ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉപദേശിക്കുകയും അങ്ങനെ അത് കേൾക്കുന്ന ഭക്തന് ഭഗവാനിൽ വിശ്വാസം ഉറക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഗുരുവിന്റെ സഹായത്തോടു കൂടിയാണ് ഒരു വ്യക്തി ഭക്തിയിലേക്ക് പ്രവേശിക്കേണ്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് ശരിയായ രീതിയിൽ അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഭക്തി ഉണ്ടാകുന്നില്ല. യഥാർത്ഥ ഭക്തി ഉണ്ടാകണമെങ്കിൽ ഗുരുവിനെ സമീപിക്കണമെന്നാണ് പറയുന്നത്. ഹംസേ ഗുരോ മയി ഭക്ത്യാനുവൃത്യ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന്റെ സേവനത്തിലേക്ക് വരാനും സാധിക്കും. ആ സേവനം എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ സേവനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ആദ്യം ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച സർവത്ര ജന്തോർവ്യസന അവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യ. ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ മനസ്സിന് സ്വസ്ഥമായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സ് അടങ്ങി നിൽക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ദ്വന്ദ്വതിദിക്ഷയ, ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടരുത് എന്നാണ് പറയുന്നത്. സുഖദുഃഖത അത്ര സ്പർശാസ്തു കൗന്ദയ ശീതോഷ്ണ സുഖദുഃഖത. സുഖമായാലും ദുഃഖമായാലും ഭഗവാന്റെ ഭക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. ദ്വന്ദ്വതിദിക്ഷയ സർവത്ര ജന്തോർ വ്യസനാവഗത്യ. എല്ലാ ജീവജാലങ്ങളും, ഭൗതിക ലോകത്ത് കുടുങ്ങിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും, മറ്റു ലോകങ്ങളിലുള്ള ഉന്നതരായിട്ടുള്ള ദേവന്മാർ പോലും അവർക്കെല്ലാം ദുഃഖമുണ്ട്, ദുരിതമുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവിടേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ഇന്ദ്രന് പോലും യഥാർത്ഥത്തിൽ സ്വസ്ഥതയില്ല എന്ന് മനസ്സിലാക്കണം. സർവത്ര ജന്തോർ വ്യസനാവഗത്യ. ഈ ഭൗതിക ലോകത്തിൽ എല്ലായിടത്തും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ജിജ്ഞാസയാ തപസേഹാനിവൃത്യ. ജിജ്ഞാസയ, തന്നെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. എന്റെ യഥാർത്ഥ ധർമ്മം എന്താണ്, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അന്വേഷണം, ആത്മാന്വേഷണം ഉണ്ടായിരിക്കണം.
തപസേ ഹാനിവൃത്യ, ഭക്തി നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിക്കണം. അതിനാണ് തപസ് എന്ന് പറയുന്നത്. യമനിയമങ്ങൾ പാലിക്കണം. ആ തപസ്സോട് കൂടിയിട്ടുള്ള ഭക്തി ഉറച്ച ഭക്തിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉറച്ച ഭക്തി പുരോഗമിക്കുന്നതിനും ഭഗവാന്റെ ഭക്തസംഘങ്ങളിൽ പോയി ഭക്തന്മാരുടെ സംഘം എടുക്കണം എന്നാണ് പറയുന്നത്. മദ്ദേവ സംഘാത്, എന്റെ ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് ഗുണകീർത്തനാന്മേ, ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കീർത്തിക്കണം. അതിന് പ്രത്യേക ശക്തിയുണ്ട്. ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കീർത്തിക്കുന്ന സമയത്ത് അതിന് വലിയ ആത്മീയമായിട്ടുള്ള ശക്തി നൽകാൻ സാധിക്കും. മത്കർമ്മഭിർകഥയാച നിത്യം, ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കണം. ഭഗവാനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ, ഭഗവാന്റെ ഉപദേശങ്ങൾ, ഇതെല്ലാം ദിവസവും നിത്യമായി എല്ലായ്പ്പോഴും ചർച്ച ചെയ്യണം. അതായിരിക്കണം സംസാര വിഷയം എന്നാണ് പറയുന്നത്. നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ, മറ്റുള്ളവരോട് ഉള്ള ശത്രുതകളൊക്കെ ഉപേക്ഷിക്കണം. എല്ലാവരും ഭഗവാന്റെ മക്കൾ തന്നെയാണ്, എല്ലാവരും ഭഗവാന്റെ അംശമാണ് എന്നുള്ള ഭാവത്തിലേക്ക് വന്ന് എല്ലാവരോടുമുള്ള ശത്രുത ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. നിർവൈരസാമ്യോപശമേന പുത്ര, അങ്ങനെ ഒരു വ്യക്തിക്ക് കോപം അടക്കാൻ സാധിക്കും. ശത്രുത, അസൂയ എല്ലാം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എപ്പോഴും കോപതാപങ്ങൾ ഉണ്ടാകും. മനസ്സിന് അടങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മറ്റുള്ളവരോട് പൊറുക്കണം, മറ്റുള്ളവരോടുള്ള ശത്രുത ഉപേക്ഷിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ സാധിക്കും. സർവൈര സാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ, ആത്മീയമായിട്ടുള്ള ശാസ്ത്ര പഠനത്തിലൂടെ ഞാൻ ഈ ശരീരം അല്ല, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവനാണ് എന്നുള്ള ബോധത്തിലേക്ക് വരാൻ സാധിക്കും. ഈ ശരീരം ഞാനാണ്, ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണ് എന്നുള്ളതാണ് ഭൗതിക ബോധം. ആത്മീയ ബോധം ഞാൻ ശരീരമല്ല, ഞാൻ ഭഗവാന്റേതാണ്, ശരീരം നശിച്ചാലും ഞാൻ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് ആത്മീയ ബോധം. ആ ആത്മീയ ബോധത്തിലേക്ക് വന്നുകൊണ്ട് ഭക്തിയിൽ സ്ഥിരമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. അധ്യാത്മയോഗേന വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്രേ, അധ്യാത്മയോഗേന. അപ്പോൾ ഈ ഭക്തി എല്ലാം പരിശീലിക്കേണ്ടത് വേദശാസ്ത്രങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരത്തിൽ തന്നെയായിരിക്കണം. സ്വന്തം സങ്കല്പങ്ങൾ അനുസരിച്ചല്ല ഭക്തി സേവനം ചെയ്യേണ്ടത്. അധ്യാത്മയോഗേന, ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ, ഭഗവത്ഗീതയിൽ, ഭാഗവതത്തിലെല്ലാം ഭഗവാന്റെ ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കുന്നു. അതിനനുസരിച്ച് വേണം ആ ഭക്തി സേവനത്തിൽ മുന്നോട്ട് പോകുന്നതിന് എന്നാണ് പറയുന്നത്. അധ്യാത്മയോഗേന, ആ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. അധ്യാത്മയോഗേന വിവിക്ത സേവയാണ്. ഒറ്റയ്ക്കിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിൽ വരണം. എപ്പോഴും കൂട്ടമായിട്ട് ഇരിക്കണം, മറ്റുള്ളവരുടെ സംഘം വേണം എന്ന് ആഗ്രഹിക്കരുത്. വിവിക്ത സേവയാണ്, ഒറ്റയ്ക്കിരിക്കാൻ പരിശീലിക്കണം എന്നാണ് പറയുന്നത്. പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്രേ, അങ്ങനെ ആ ഭക്തി സേവനത്തിൽ മുന്നേറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും നിയന്ത്രിക്കാൻ സാധിക്കും. സത്ശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം, പൂർണ്ണമായിട്ടും വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ഭഗവത്ഗീത, ഭാഗവതം ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത് സത്യമാണ് എന്നുള്ള ആ ബോധം, അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. സത്ശ്രദ്ധയ. അപ്പോൾ അത് പരിശീലിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം സത്യമാണ് എന്നും ബോധ്യപ്പെടാൻ സാധിക്കും. അങ്ങനെ ആ ശ്രദ്ധയോടുകൂടി, ആ പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസത്തോടുകൂടി ബ്രഹ്മചര്യേണ ശശ്വത്, ബ്രഹ്മചര്യം പാലിക്കുന്നതിലൂടെ, വിവാഹ ജീവിതത്തിൽ നിൽക്കുന്നതും ബ്രഹ്മചര്യം തന്നെയാണ് എന്ന് ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ആ ബ്രഹ്മചര്യത്തിലൂടെ അസംപ്രമാദേന യമേന വാചം, അനാവശ്യമായിട്ടുള്ള സംസാരമെല്ലാം ഒഴിവാക്കി മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് ആ മനസ്സിനെ കലുഷിതമാക്കുന്നതെല്ലാം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അസംപ്രമാദേന യമേന വാചാം, സംസാരിക്കുന്നത് ഭഗവാനെ കുറിച്ച് ആയിക്കഴിഞ്ഞാൽ അത് വാക്കിന്റെ നിയന്ത്രണമാണ്. ഒന്നും സംസാരിക്കരുത് എന്ന് പറയുന്നില്ല, മൗനമായിട്ടിരിക്കുന്നതിന് അതിനേക്കാളും നല്ലതാണ് ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള
പ്രജൽപ്പം, ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതാണ് പ്രജൽപ്പം. അതിനെ നിയന്ത്രിക്കുന്നതാണ് യമേന വാചാം എന്ന് പറഞ്ഞു. വാക്കിനെ നിയന്ത്രിക്കുക, ഭഗവാനെ കുറിച്ച് സംസാരിക്കുക. സർവത്ര മദ്ഭാവ വിചക്ഷണേന, ഇങ്ങനെ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ഒക്കെ നിയന്ത്രിച്ച് ശാസ്ത്രപഠനത്തിന്റെ സഹായത്തോടു കൂടി ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഭക്തസംഘത്തിന്റെ സംസർഗത്താൽ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ഭക്തി ഉറയ്ക്കും എന്നാണ് പറയുന്നത്. ആ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എല്ലായിടത്തും ഭഗവാന്റെ ശക്തിയെ ദർശിക്കാൻ സാധിക്കും. സർവത്ര മദ്ഭാവ വിചക്ഷണേന, എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അകത്തും പുറത്തും ഭഗവാന്റെ ശക്തി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് അധപ്പതിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഭഗവാന്റെ ശക്തിയെ ദർശിക്കാൻ സാധിക്കും. ജ്ഞാനേന വിജ്ഞാന വിരാചിതേന, അപ്പോൾ ആർജിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള എല്ലാ ജ്ഞാനവും വിജ്ഞാനമാക്കി മാറ്റാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ജ്ഞാനം? ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന ജ്ഞാനം. വാസുദേവ സർവമിതി, അതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ജ്ഞാനം എന്നാണ് പറയുന്നത് ഭഗവത്ഗീത. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ. വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനാണ് എല്ലാം. ഭഗവാൻ വാസുദേവനാണ് പരമപുരുഷൻ. അതാണ് വേദങ്ങളിൽ മുഴുവൻ പറയുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനം. ആ ജ്ഞാനം വിജ്ഞാനമാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. ജ്ഞാനേന വിജ്ഞാന വിരാജിതേന, അതെങ്ങനെ വിജ്ഞാനമാക്കി മാറ്റും? ആ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് മനസ്സിലാക്കി ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിലൂടെ ആ ജ്ഞാനം വിജ്ഞാനമായിട്ട് മാറും. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടും. അതുവരെ അത് ജ്ഞാനമായിട്ടിരിക്കും. പുസ്തകത്തിലുള്ള ജ്ഞാനമാണ്. പുസ്തകത്തിൽ പറയുന്നു ഭഗവാനാണ് പരമപുരുഷൻ എന്ന് പറയുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ, അതിൽ വിശ്വാസം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അത് വിജ്ഞാനമായിട്ട്, അനുഭവജ്ഞാനമായിട്ട് അനുഭവത്തിൽ വരികയുള്ളൂ. അതുവരെ അനുഭവമായിട്ട് വരികയില്ല. അനുഭവമായിട്ട് വന്നിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടാവില്ല. സംശയങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ ബാക്കിയുണ്ടാകും. അപ്പോൾ ആ ജ്ഞാനം ഭക്തന്മാരിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഗുരുവിലൂടെയും ഒക്കെ ആർജിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ജ്ഞാനം വിജ്ഞാനമാക്കി മാറ്റാൻ ശ്രമിക്കണം. ജ്ഞാനേന വിജ്ഞാന വിരാജിതേന, അനുഭവജ്ഞാനമാക്കി മാറ്റാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. അങ്ങനെ ആ വ്യക്തിക്ക് ഭക്തിയോഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. യോഗേന യോഗേന ധൃത്യുദ്യമാ സത്വയുക്ത, ആ ഭക്തിയോഗം വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് പരമപുരുഷൻ. ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ എനിക്ക് ഭഗവാന്റെ എല്ലാവിധ സംരക്ഷണവും ലഭിക്കും, പിന്നെ എനിക്കൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പൂർണ്ണ വിശ്വാസം വന്നു കഴിഞ്ഞാൽ വളരെ ഉത്സാഹത്തോടു കൂടി, ഉത്കണ്ഠകളില്ലാതെ, സംശയമൊന്നുമില്ലാതെ ഒരു വ്യക്തിക്ക് ഭക്തി സേവനം സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, 1-ാമത്തെ സ്കന്ധത്തിൽ, ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗ, ആ വ്യക്തിയുടെ എല്ലാവിധ സംശയങ്ങളും, ഹൃദയഗ്രന്ഥിയിലുള്ള എല്ലാവിധ സംശയങ്ങളും ചിദ്യന്തേ, ഹൃദയത്തിലുള്ള ചിദ്യന്തേ സർവസംശയം, എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകും. അങ്ങനെ ഉത്സാഹത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി ആ ഭക്തി സേവനത്തിൽ മുഴുകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. യോഗേന ധൃത്യുദ്യമ സത്വയുക്തോ, ഉത്സാഹത്തോടു കൂടി ഭക്തി ചെയ്യാൻ സാധിക്കും. ഉത്കണ്ഠകളെല്ലാം ഇല്ലാതാകും, സംശയമൊക്കെ ഇല്ലാതാകും. ഒരു സംശയമില്ലാതെ ഭഗവാന്റെ ഭക്തി മാത്രം ചെയ്താൽ മതി, അതിലൂടെ എനിക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, ഭഗവാന് തൃപ്തിയാകും എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ആ സമയത്ത് ലിംഗം വ്യപാഹേ കുശലോഹമാക്യം, ആ സമയത്ത് ഭൗതികമായിട്ടുള്ള നിത്യാഹങ്കാരമെല്ലാം താനേ ഇല്ലാതാകും. ഭൗതിക ബോധത്തിൽ നിന്ന് സ്വാഭാവികമായും അറിയാതെ തന്നെ പുറത്തു കിടക്കും. ഭഗവാന്റെ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൗതിക ബോധത്തിൽ നിന്ന് സ്വാഭാവികമായി അറിയാതെ തന്നെ പുറത്തു കിടക്കാൻ സാധിക്കും. അങ്ങനെ പുറത്തു കിടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മുക്തി ലഭിക്കും. യബോഹേ, ആ ഭൗതിക ബോധത്തിൽ നിന്ന് പുറത്ത് കിടന്ന് മുക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും.
അപ്പോൾ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ അറിയാതെ തന്നെ വലിയ കഠിന തപസ്യകളൊന്നും ഇല്ലാതെ തന്നെ സുസുഖം, വളരെ സുഖമായിട്ട് ലളിതമായിട്ട് മുക്തി മാർഗത്തിൽ, മുക്തിയിൽ തന്നെ ഇരിക്കാൻ സാധിക്കും, മുക്തനായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുള്ള ക്രമമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളാണ് ഇവിടെ ഈ 4 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ചുരുക്കം എന്താണ് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഈ 4 ശ്ലോകത്തിൽ വ്യത്യസ്ത പദ്ധതികൾ പറയുന്നുണ്ട്. അതിന്റെ ചുരുക്കം മധ്വാചാര്യർ പറയുന്നുണ്ട് എന്നാണ് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നത്. മധ്വാചാര്യർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഒരുവൻ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും പകരം ഭഗവാന്റെ പ്രേമസേവനങ്ങളിൽ നിമഗ്നമാക്കുകയും ചെയ്യണമെന്നാണ് ഈ 4 ശ്ലോകങ്ങളുടെയും രത്ന ചുരുക്കം. അപ്പോൾ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഭഗവാന്റെ സേവനത്തിലേക്ക് വരിക. ആ ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നതിലൂടെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഈ 4 ശ്ലോകത്തിന്റെയും ചുരുക്കം. ഭക്തി സേവനത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ രത്ന ചുരുക്കം എന്ന് മധ്വാചാര്യർ പറയുന്ന കാര്യം ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ അടുത്ത ശ്ലോകങ്ങളിൽ ഒരു വ്യക്തി ഭക്തിയോഗത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു കുടുംബത്തിൽ ഭക്തി ചെയ്യുന്ന സമയത്ത് ആ കുടുംബത്തിൽ ആ വ്യക്തിയുടെ ചുമതല, ഒരു മാതാവിന്റെ ചുമതല എന്താണ്, പിതാവിന്റെ ചുമതല എന്താണ്, ഒരു അധ്യാപകന്റെ, ഒരു ഗുരുവിന്റെ ചുമതല എന്താണ്, ഒരു ബന്ധുവിന്റെ ചുമതല എന്താണ്, ഇതൊക്കെ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത് ഒരു വ്യക്തി ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇന്ദ്രിയ നിയന്ത്രണം, തപസ്, ഭക്തന്മാരുടെ സംഘം, ശാസ്ത്ര പഠനം, ആ കേട്ടിട്ടുള്ള ജ്ഞാനത്തെ ജീവിതത്തിൽ പകർത്തി പരിശീലിക്കുന്നത്, വിജ്ഞാനം, ഇതെല്ലാം ഭക്തിയിൽ ഉയരാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. വിഷ്ണുപ്രിയ മാതാജി. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ